ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ, നമ്മളോട് സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്ന് 27ാമത്തെ നോമ്പാണ്. ഹെയ്സൂട്ടൻ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആക്കി ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം കുറച്ച് നേരം ഒരു പ്ലേ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്നലെ 27ാം രാവായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ മാത്രമല്ല, ഉമ്മച്ചിയും വാപ്പച്ചിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഹെയ്സൂട്ടനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു 10 മണി വരെയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും എഴുന്നേൽക്കില്ല എന്നുള്ളത് കൊണ്ട് ഹെയ്സൂട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് സ്നാക്കൊക്കെ കൊടുത്ത് ചോറും കൊടുത്തിട്ടാണ് കേട്ടോ ഉറക്കിയിട്ടുണ്ടായിരുന്നത്. ഉറക്കിയ സമയത്താണ് ഞാൻ വീഡിയോയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കിടന്നുറങ്ങിയേ. കാരണം ഒട്ടും തന്നെ ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. പിന്നെ എഴുന്നേൽക്കുന്നത് അസറൊക്കെ കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വന്ന സമയത്ത് പൂച്ചകളൊക്കെ ആ വെളിയിൽ ഇങ്ങനെ കാത്തു വയ്ക്കുകയാണ്. ഉമ്മച്ചി മീൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അയല കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞണ്ട് കിട്ടിയപ്പോൾ കിഴങ്ങ് വാങ്ങിച്ചിട്ട്, അതായത് കപ്പ വാങ്ങിച്ചിട്ട് കപ്പയും കൂടെ വേവിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കപ്പയും വേവിച്ച് ഞണ്ട് റോസ്റ്റും പിന്നെ അയല ഫ്രൈ ചെയ്യാനാണ്. അത് അത്താഴത്തിന് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതും വൃത്തിയാക്കുകയാണ്. രണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ തുണികൾ കഴുകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞണ്ട് റോസ്റ്റിലുള്ള ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒരു മണിക്കൊക്കെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 3:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. വല്ലാത്തൊരു ക്ഷീണമായിരുന്നു. രാവിലെ കുറച്ചെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു കേട്ടോ. ഇത് സുബൈക്ക് ശേഷം ഞാൻ പിന്നീട് എഡിറ്റൊക്കെ ചെയ്തതുകൊണ്ട്, വോയിസ് ഓവറൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴെങ്കിലും കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ മാക്സിമം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നല്ലോണം എഫേർട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് നോമ്പൊക്കെ ആയിട്ട്. അങ്ങനെ ഉള്ളിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ചോപ്പർ ഇട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിലിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുകൊണ്ട് തന്നെ ടാസ്ക് ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ചോപ്പറിലിട്ട് കേട്ടോ. ഈ ഒരു ചോപ്പർ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് വാപ്പച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. തോരനാണെന്നുണ്ടെങ്കിലും മെഴുക്കുവരട്ടിക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ഇതിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ പണികളൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ എടുക്കാനുള്ള മടി കാരണം പെട്ടെന്ന് തന്നെ അങ്ങ് ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. സത്യത്തിൽ ഇത് കഴിക്കാനുള്ള മടി കാരണമാണ് കേട്ടോ. എനിക്ക് കൂടുതലും ഫിംഗർ ക്യാപ്പിട്ട് പിച്ചാത്തി വെച്ചിട്ട് അരിയുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ചില ദിവസങ്ങളിൽ ഇതേപോലെ ഒരുപാടൊക്കെ ഉണ്ട്, ഭയങ്കര മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിട്ട് ചോപ്പ് ചെയ്യാനാണ് കേട്ടോ നല്ല ഈസി. അപ്പോൾ കുറേ നാളായി, കുറേ വർഷമായെന്ന് തന്നെ പറയാം. അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരുപാട് പേര് ഇവിടെ വരുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ. ഇപ്പോൾ ഇതിലുള്ളത് കാണാനേ ഇല്ല. ഇപ്പോൾ എല്ലാവരും മറ്റേ കറണ്ടില്ലാതെ മാനുവലി ചെയ്യുന്ന ചോപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ എല്ലാവരുടെ വീട്ടിലും കേട്ടോ. ഇത് അതിനൊക്കെ മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അതിനേക്കാളും യൂസ്ഫുള്ളാണ്. എനിക്കൊന്ന് അത് നമ്മൾ 2-3 എണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കറൊക്കെ വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തേ. പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സെക്കൻഡ് കിച്ചണിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് പണികൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വഴറ്റാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ എല്ലാ ഐറ്റംസും ഇട്ടു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഹെയ്സൂട്ടനാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചോറ് കൊടുത്തിട്ട് ഉറക്കിയത് കൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. എങ്കിലും എണീറ്റ് വന്ന പാടെ തന്നെ ആൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ അമ്മച്ചി ഞണ്ടൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയൊക്കെ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന സമയത്ത്
പുറത്ത് തന്നെ വെച്ചിട്ട് അടുപ്പ് കൂട്ടി അതിലേക്ക് നമ്മുടെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം പൊടികൾ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഈ ഐറ്റംസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് മച്ചി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ട്. അപ്പോൾ അതാണ് മച്ചി ഇടുന്നത് ഇതിലേക്ക്. അപ്പോൾ മുളക് പൊടിയും പിന്നെ മച്ചിയുടെ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു മസാല പൗഡറും കൂടെയാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ഞണ്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ അങ്ങനെ ഞണ്ട് കിട്ടാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെയാണ് കടൽ ഞണ്ട് കിട്ടാറുള്ളത്. അതും വലുതായിട്ട് ഇങ്ങനെ ഫ്ലഷ് ഒന്നും ഇല്ലാത്തതൊക്കെ ആയിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ നല്ല വലുതായിരിക്കും. അതിങ്ങനെ റെയറായിട്ടൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും ഇതേപോലെ റോസ്റ്റൊക്കെ ആയിരിക്കും വെക്കുന്നത്. കടൽ ഞണ്ട് കായൽ ഞണ്ടിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല ഫ്ലഷും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞണ്ടൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഞാൻ ഓടി വന്നിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹേസൂട്ടന് കുറുക്കും കൂടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സൊക്കെ വന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇന്ന് മുന്തിരി എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ്. ഇന്ന് മുസമ്പി ഉണ്ടായിരുന്നു, പിന്നെ വാട്ടർമെലൺ ഉണ്ടായിരുന്നു. മഞ്ഞ വാട്ടർമെലനാണ് കേട്ടോ. ഇത് നല്ല മധുരമാണ്. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇന്ന് നല്ല ദാഹം ഉള്ളതുകൊണ്ട് നമ്മുടെ ചൈനീസ് ഓറഞ്ച് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതുണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ഇതിൻ്റെ പുളിപ്പല്ല, ഒരുപാട് പുളിപ്പില്ലായിരുന്നു. കാരണം ഒരുവിധം പഴുത്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഒരുപാട് മധുരം ഇടേണ്ടി വന്നിരുന്നില്ല. അങ്ങനെ അത് ജ്യൂസ് അടിച്ചു. അതിനുശേഷം ഹേസൂട്ടനുള്ള കാപ്പൊടി കുറുക്കിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഹേസൂട്ടൻ പുറത്തൊക്കെ ഓടി ക്ഷീണിച്ച് ഡ്രസ്സിലൊക്കെ മൊത്തം അഴുക്കാക്കിയിട്ട് നിൽക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെ ഞാൻ പോയി ദേഹം കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആൾ പിടിയിടാതെ ഓടുകയായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു നോമ്പൊക്കെ തുറന്നതിന് ശേഷം റെഡിയാക്കാം. ഇപ്പോൾ ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ, അതുവരെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്താണ് ആൾ, ഇതുവരെ അകത്ത് കയറിയിട്ടില്ലേ. അങ്ങനെ കസ്കസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ജ്യൂസൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചി ഇതാ ഇവിടെ മീൻ പൊരിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 3 അയലയാണ്. അപ്പോൾ അയല ഇതാ മസാലയൊക്കെ പുരട്ടിയിട്ട് ഇവിടെ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. ഇത് നമ്മൾ അത്താഴത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും തരിക്കഞ്ഞിയും പിന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അത്താഴത്തിനാണെന്നുണ്ടെങ്കിൽ ചമ്മന്തിയും മീൻ പൊരിച്ചതും ഒക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ട് ചമ്മന്തിയും ചോറും കഴിക്കാനായിട്ടുള്ളത് കൊതിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ മീനും പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്താഴത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ജ്യൂസും സാധനങ്ങളൊക്കെ റെഡിയാക്കി ടേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. ബാങ്ക് അപ്പോൾ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്ന് ഇരിക്കാനുള്ള സമയം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്നു. അത് കഴിഞ്ഞിട്ട് ഹേസൂട്ടന് ദേഹമൊക്കെ കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് നേരം കിടന്ന് കളിച്ച് ക്ഷീണിച്ച് നിൽക്കുകയായിരുന്നേ. വൈകിട്ട് ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോഴൊന്നും ഉറങ്ങില്ല എന്നറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് കളിക്കാനായിട്ട് മാറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ എൻ്റെ റൂമിലും ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയും റൂമിലായിട്ട് ഓട്ടമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് തസ്ബി എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു, അതൊക്കെയായിരുന്നു. കുളിപ്പിക്കാത്തത് ഒട്ടും വയ്യ കേട്ടോ. അവന് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മൂക്കൊലിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നേസൽ ഡ്രോപ്പൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണേ. മരുന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തലയൊന്നും നനയ്ക്കാറില്ല. 2 ദിവസമായി തല നനച്ചിട്ട് ദേഹമൊക്കെ കഴുകി കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. നമസ്കരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാറ് പാർക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ എൻ്റെ അടുത്ത്. അങ്ങനെ അതുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെ നമസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര റെയറാണ്. എന്തെങ്കിലുമൊക്കെ ചോറോ അല്ലെങ്കിൽ പലഹാരമൊക്കെയാണ് കഴിക്കുന്നത്. ഇന്ന്
റോസ്റ്റ് ഉള്ളത് കൊണ്ട് കപ്പ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. കിച്ചണൊക്കെ ഒതുക്കി അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഒതുക്കാനുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഈസുട്ടന് കുക്കീസ് കൊടുത്തപ്പോൾ അവിടെ മൊത്തം ആക്കി ദേഹത്തൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞപ്പോഴേക്കും ഒരാശ്വാസമായി. അതിനുശേഷം ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈസുട്ടനും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം കുക്കീസൊക്കെ ദേഹത്താക്കിയത് കൊണ്ട് തന്നെ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ വോയിസൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒട്ടും തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ആൾ ഉഷാറായിട്ട് നിൽക്കുകയായിരുന്നേ. കാരണം നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കിടന്നിട്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ചില ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമൊക്കെയാണ്. ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യവും വാശിയും കരച്ചിലൊക്കെയാണ്. ഇന്നെന്തായാലും നല്ല മൂഡായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നേ. കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവന് വലുതായി കഴിഞ്ഞാലും ഇതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഓരോ സ്റ്റേജും ഇങ്ങനെ കാണാമല്ലോ പിന്നീടെങ്കിലും നമുക്ക്, അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.